കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തി സിപിഐഎം. കോട്ടയം നഗരസഭയുടെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചിട്ട് നഗരസഭ എന്ത് നൽകിയെന്ന് സിപിഐഎം. UDF ഭരണകാലത്ത് മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച കുടുംബത്തെ ഉമ്മൻചാണ്ടി സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണം. 2021 സെപ്റ്റംബർ 3 തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടം തകർന്നു വീണ് പായിപ്പാട് സ്വദേശിയായ ജിനോ എബ്രഹാം കൊല്ലപ്പെട്ടത്. ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു അപകടം. ഈ കുടുംബത്തിന് ഒരു സഹായവും UDF ഭരിക്കുന്ന നഗരസഭ നൽകിയില്ലെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാർ ആരോപിച്ചു. കോട്ടയം നഗരസഭ കാൽ നൂറ്റാണ്ടുകാലമായി UDF ഭരിക്കുകയാണ്. ആ നഗരസഭയുടെ മുമ്പിലാണ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമായിരുന്ന കെട്ടിടത്തിൽ ജിനോ എബ്രഹാം മരണപ്പെട്ടത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ആ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടും ബഹുമാനപ്പെട്ട കോട്ടയം MLAയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനവും കൈകാര്യം ചെയ്യുന്ന രീതി എന്തെന്നുള്ളത് കോട്ടയം നഗരസഭയുടെ ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സും രേഖകളും ഈ സമ്മേളനത്തിൽ ഞാൻ നൽകുകയാണ്. 2015 UDF ഭരണകാലത്താണ് മെഡിക്കൽ കോളേജിലെ ടോയ്ലറ്റ് മാൻഹോളിൽ വീണ് കോട്ടയം കീഴുകുന്ന് സ്വദേശിയായ വീട്ടമ്മ മരിച്ചത്. ആ കുടുംബത്തെ അന്നത്തെ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും അനിൽകുമാർ പറഞ്ഞു. കുഞ്ഞമ്മ ആറ്റുമാലിൽ വീട് കീഴുകുന്ന് കോട്ടയം ശ്രീ മൈക്കിൾ തോമസിൻ്റെ ഭാര്യ ലിഫ്റ്റ് പൊട്ടി വീണിട്ടാണ് മരിക്കുന്നത്. ₹1 വെള്ളി സഹായം UDF സർക്കാർ നൽകാൻ തയ്യാറായില്ല. കണ്ണിൻ്റെ ചികിത്സ തേടിയാണ് കുഞ്ഞമ്മ മെഡിക്കൽ കോളേജിൽ എത്തിയത്. അന്ന് ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്തവരാണ് ഇന്ന് ബിന്ദുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് മുറിവിളി ഉയർത്തുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.